നമസ്കാരം. എന്തുകൊണ്ട് ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അതിനൊരു ഫീസിബിലിറ്റി സ്റ്റഡി ചെയ്യണം എന്ന് നമുക്കൊന്ന് നോക്കാം. പലരും ഒരു ബിസിനസ് തുടങ്ങുമ്പോഴത്തേക്കും ആരെങ്കിലും ഒരു ഐഡിയ പറഞ്ഞു, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ തോന്നി, അതുകൊണ്ട് ഞാനൊരു ബിസിനസ് തുടങ്ങുക. അപ്പോൾ ഞാൻ അതിലേക്ക് 1 കോടി രൂപ ഇട്ടു, 2 കോടി രൂപ ഇട്ടു, 10 കോടി രൂപ ഇട്ടു. പക്ഷേ ഒരു ഫീസിബിലിറ്റി സ്റ്റഡി ഇല്ലാതെ ഒരു ബിസിനസ് ചെയ്യുവാണെങ്കിൽ ഞാനത് എന്താ പറയുക, ഞാനൊരു ഗാംബിൾ ചെയ്യുക. ഞാനതിനെക്കുറിച്ച് പഠിച്ചിട്ടൊന്നുമില്ല. ഒരു ഫീസിബിലിറ്റി സ്റ്റഡിയുടെ ആവശ്യകത എന്ന് പറയുന്നത്, ഒരു ബിസിനസ്സിലേക്ക് നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പ് അതിന് ഒരു മാർക്കറ്റ് ഫീസിബിലിറ്റി ഉണ്ടോ, അതിനൊരു ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി ഉണ്ടോ, ഇതാണ് പ്രൈമറിലി നമ്മൾ നോക്കുന്നത്. മാർക്കറ്റ് ഫീസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിസിനസ്സിന് ഒരു ഡിമാൻഡ് ഉണ്ടോ, ഒരു നീഡുണ്ടോ, ഈ പ്രോഡക്റ്റിന് ഈ സർവീസ് ഞാൻ ഇറക്കി കഴിഞ്ഞാൽ നാളെ ഇത് വിറ്റ് പോവുമോ. ഞാനിപ്പോൾ ഒരു ഹോട്ടൽ ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങുമെന്ന് വിചാരിക്കുക, ഞാനൊരു റിസോർട്ട് പണിയാൻ തീരുമാനിക്കുക. ഇവിടെ ഞാൻ ആദ്യം നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് റേറ്റിൽ എനിക്ക് റൂംസ് വിൽക്കാൻ പറ്റും, എന്ത് ഒക്കുപ്പൻസി എനിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്, എൻ്റെ കോമ്പറ്റീറ്റേഴ്സ് എന്താ കൊടുക്കുന്നത്, എന്ത് സൈസുള്ള റൂംസ് ആയിരിക്കും വേണ്ടത്, എനിക്ക് വരാൻ പോകുന്ന കസ്റ്റമേഴ്സ് എന്ത് അമ്യൂണിറ്റീസ് ആയിരിക്കും ഈ ഹോട്ടൽ അല്ല റിസോർട്ടിൽ നിന്ന് ഡിമാൻഡ് ചെയ്യാൻ പോകുന്നത്. ഇനി അതുപോലെ ഏത് സ്റ്റാർ കാറ്റഗറിയിലാണ് ഞാൻ ഈ ഹോട്ടലിൽ ക്ലാസിഫൈ ചെയ്യേണ്ടത്. കോമ്പറ്റീറ്റേഴ്സിനെ കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ കോമ്പറ്റീറ്റേഴ്സ് എന്ത് പ്രൈസിങ്ങിലാണ് ചെയ്യുന്നത്, ഇവർക്ക് വീക്കെൻഡ് ഒക്കുപ്പൻസി മാത്രമേ കിട്ടുന്നുള്ളൂ, അതോ വീക്ക് ഡേയ്സിൽ ഇവർക്ക് ഒക്കുപ്പൻസി കിട്ടുന്നുണ്ടോ. ഇനി അതുപോലെ തന്നെ പല റിസ്ക്കുകളും ഉണ്ടാവും അല്ലേ, നമ്മളൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും. എന്തൊക്കെയാണ് ഈ റിസ്ക്കുകൾ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ഈ റിസ്ക്കുകൾ എനിക്ക് മിറ്റിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന റിസ്ക്കുകളാണോ, ഇത് ഞാൻ എങ്ങനെയാണ് കൗണ്ടർ ചെയ്യാൻ പോകുന്നത്. ഇനി അല്ലെങ്കിൽ ഇഷ്യൂ എന്താ, ഞാൻ ഈ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ, ഞാൻ ഈ റിസോർട്ടെല്ലാം പണിതു, എന്നിട്ട് അവസാനം ആയപ്പോഴത്തേക്കും ഞാനൊരു ഗവൺമെൻറ് അപ്രൂവലിന് പോയപ്പോഴത്തേക്കും ഇല്ല, ആ ഒരു പ്രശ്നം കാരണം എനിക്ക് അപ്രൂവൽ തരാൻ പറ്റത്തില്ല. ഇതെല്ലാമാണ് ഒരു മാർക്കറ്റ് ഫീസിബിലിറ്റിയിൽ വളരെ സ്ട്രോങ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത്. ഇനി അതിനുശേഷം ഫിനാൻഷ്യൽ ഫീസിബിലിറ്റിയിലേക്ക് വരുമ്പോഴത്തേക്കും എന്ത് ഇൻവെസ്റ്റ്മെൻറ്റാണ് ഇതിന് വേണ്ടത്. ഇത് തുടങ്ങാൻ വേണ്ടിയിട്ട് എനിക്കൊരു ഫിക്സഡ് ഇൻവെസ്റ്റ്മെൻറ്റ് വേണമല്ലോ, ഈ ലാൻഡ് മേടിക്കാനും ഇത് പണിയാനും എല്ലാം. ഇനി അതിനുശേഷം ഞാൻ ഇത് ഓടിക്കുന്ന സമയത്ത് എനിക്ക് എന്ത് വർക്കിംഗ് ക്യാപിറ്റലാണ് വേണ്ടത്. നമ്മൾ പലപ്പോഴും പല റെസ്റ്റോറൻറ്റ്സിൻ്റെയും കാണുന്ന ഒരു വളരെ സങ്കടകരമായിട്ടുള്ളൊരു അവസ്ഥയെന്ന് പറയുന്നത്, എൻ്റെ ടോട്ടൽ ബഡ്ജറ്റ് 2 കോടി രൂപയാണ്. ഞാൻ ആ 2 കോടി രൂപ ഫുള്ളായിട്ട് എൻ്റെ ഇൻറ്റീരിയർ പണിയാനും ഇൻറ്റീരിയർ സെറ്റാക്കാനും ഒക്കെ വേണ്ടിയിട്ടിട്ടു. അപ്പോൾ എൻ്റെ മനസ്സിലുള്ള പ്രതീക്ഷ എന്ത്, ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ നാളെ മുതൽ ആൾക്കാരിങ്ങനെ ഇരച്ചു കയറും. അപ്പോൾ അതുകൊണ്ട് പിന്നെയുള്ള സാലറിയെക്കുറിച്ചോ റെൻറ്റിനെക്കുറിച്ചോ ഒന്നും പറയേണ്ടി വരത്തില്ല. പക്ഷേ ഇവിടെ പല ഹോട്ടൽസും റെസ്റ്റോറൻറ്റ്സും ഒക്കെ പൂട്ടിപ്പോകുന്നതിൻ്റെ റീസൺ ഇതാണ്. അതായത് തുടങ്ങിയപ്പോഴത്തേക്ക് ആദ്യത്തെ ആ ഒരു മാർക്കറ്റിംഗ് കാരണം ആൾക്കാർ കയറി, പിന്നെ അതിനുശേഷം ഒരു ഡിപ്പ് വന്നു. ആ ഡിപ്പ് വരുന്ന ടൈമിൽ പിടിച്ചു നിൽക്കാനുള്ള വർക്കിംഗ് ക്യാപിറ്റൽ ഫണ്ട് എൻ്റെ കയ്യിലില്ല. ഇതാണ് പലപ്പോഴും ഫേസ് ചെയ്യുന്ന ചലഞ്ച്. അപ്പം ഒരു പക്ക മാർക്കറ്റ് ഫീസിബിലിറ്റി, പക്ക ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി ചെയ്തിട്ട് മാത്രം ഒരു പുതിയ ബിസിനസ്സിലേക്ക് ഇറങ്ങുക. താങ്ക് യു.